നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി BBC ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വാഹനാപകടത്തിൽ മരണമടഞ്ഞ മരിയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NC ജോർജിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. സംസ്ഥാന കാർഷിക മേളയിൽ തിരക്കേറുന്നു. മേളയോടനുബന്ധിച്ചുള്ള പുഷ്പ പ്രദർശനം ആകർഷകമായി. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ജനുവരി 1 മുതൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇടുക്കി പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കിസാൻ സഭ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് കൂട്ടോപവാസം നടത്തും. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സ്ഥാപക ദിന സമ്മേളനം നടത്തി. തൊടുപുഴയിൽ നടന്ന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി TM സലീം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കാർഷിക മേളയോടനുബന്ധിച്ച് ജലസുരക്ഷാ സെമിനാർ നടത്തി. മുൻ മന്ത്രി NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ധനുമാസക്കുളിരിൽ കുതിർന്ന മലയാളികൾ തിരുവാതിര ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്ക് പിന്നിൽ ജീപ്പിടിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് മരിച്ചു. ഇടുക്കി മരിയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഞാവള്ളിക്കുന്നേൽ NC ജോർജാണ് മരിച്ചത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ പുലർച്ചെ 3 മണിയോടെയാണ് അപകടമുണ്ടായത്. അടിമാലി 1000 ഏക്കർ നെടുങ്ങാട്ട് വീട്ടിൽ ജാൻസിയാണ് ജോർജിന്റെ ഭാര്യ. മക്കൾ മരിയപുരം സെന്റ് മേരീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ സ്റ്റെഫിൻ, നെൽവിൻ. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് മരിയപുരം സെന്റ് മേരീസ് പള്ളിയിൽ. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ചെറുകുന്നേൽ, ഡ്രൈവർ ഷാജി മാരിപ്പുറത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. വാഹനാപകടത്തിൽ മരണമടഞ്ഞ മരിയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NC ജോർജിന്റെ മൃതദേഹം തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ പൊതുദർശനത്തിന് വെച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. കാർഷിക മേള വാർത്തകൾ. കാർഷിക ഉൽപ്പന്നങ്ങളും പൂക്കളുടെ അപൂർവ ശേഖരവും ഒരുക്കി സംസ്ഥാന കാർഷിക മേളയ്ക്ക് തിരക്കേറുന്നു. ഭീമൻ കപ്പയും കാച്ചിലും ചേനയും വിവിധയിനം വാഴക്കുലകളുടെ നീണ്ട നിരയും കാഴ്ചക്കാർക്ക് പുതിയ അനുഭവമാണ് നൽകുന്നത്. അടിപൊളി സംഭവം, ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. കഴിഞ്ഞ വർഷത്തെ കാലൊക്കെ ഏറ്റവും കൂടുതൽ നന്നായിരുന്നു. സന്തോഷം. അടിപൊളിയായിരുന്നു. എല്ലാ സംഭവമുണ്ട്. വിചാരിച്ചതിലൊക്കെ അപ്പുറത്തായിരുന്നു. തൊടുപുഴയിൽ നടന്നുവരുന്ന സംസ്ഥാന കാർഷിക മേളയിലെ പുഷ്പ പ്രദർശനം കാഴ്ചക്കാർക്ക് നവ്യ അനുഭവമാകുന്നു. ഇറക്കുമതി ചെയ്ത 25-ലധികം യൂഫോർബിയ, വിവിധ നിറത്തിലുള്ള മേരി ഗോൾഡ്, ജമന്തി, സ്റ്റാർലൈറ്റ്, പലതരം ഹൈബ്രിഡ് ഇക്സോറ, ജസേറിയം, 300 ഗ്രാം തൂക്കമുള്ള പൂവുണ്ടാകുന്ന ഗാഡിയേറ്റർ ഉൾപ്പെടെ അനേകം റോസ് ഇനങ്ങൾ, തായ്ലൻഡിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ബോയിന്റ് സാൻഡിയ തുടങ്ങിയ പൂച്ചെടികളാണ് പുഷ്പമേളയിൽ ഒരുക്കിയിട്ടുള്ളത്.
തൊടുപുഴയിൽ നടക്കുന്ന സംസ്ഥാന കാർഷിക മേള പ്രദർശന നഗരി മന്ത്രി VS ശിവകുമാർ സന്ദർശിച്ചു. ഇത് വളരെ വർഷങ്ങളായി നടന്നു വരുന്നതാണ്. തീർച്ചയായിട്ടും കാർഷിക മേഖലയുടെ പ്രാധാന്യം നമ്മുടെ കൃഷിക്കാർക്ക് അവരുടെ ഇടയിൽ എത്തിക്കുവാനും സാധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. വളരെയധികം കാർഷിക മേഖലയുടെ വികസനത്തിന് അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ എത്തിക്കുന്നത് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംസ്ഥാന കാർഷിക മേളയിൽ മാതൃഭൂമി സ്റ്റാൾ തുറന്നു. മന്ത്രി VS ശിവകുമാർ സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തു. ഫ്രാൻസിസ് ജോർജ് XMP, പ്രൊഫസർ MJ ജേക്കബ്, ജോസി ജേക്കബ്, ബ്ലെയ്സ് G വാഴയിൽ, കോൺഗ്രസ് നേതാക്കളായ ചാർലി ആന്റണി, താജ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന കാർഷിക മേളയിൽ ഹോർട്ടികോർപ്പിന്റെ സ്റ്റാളിൽ നിറയുന്നത് തേനൂർന്ന വിഭവങ്ങൾ. തേനും തേനുൽപ്പന്നങ്ങളും ഉപയോഗിച്ചുള്ള വിവിധ രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ് ഹോർട്ടികോർപ്പിന്റെ സ്റ്റാളിന്റെ പ്രത്യേകത. കുടിക്കാൻ തേനിന്റെ ഊർജം നിറഞ്ഞ പാനീയം, തേനൂർന്ന മരുന്നുകൾ, തേൻ കൊണ്ടുള്ള മറ്റു ഉൽപ്പന്നങ്ങൾ, ചുരുക്കത്തിൽ തേനും തേനുൽപ്പന്നങ്ങളും നിറഞ്ഞൊരു മുറി. മേള നഗരിയിലെ ഹോർട്ടികോർപ്പിന്റെ സ്റ്റാളിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. വിവിധതരം രോഗങ്ങൾക്കുള്ള മരുന്നുകളാണ് ഇവയിൽ അധികവും. പനി, കഫക്കെട്ട് എന്നിവയ്ക്കുള്ള തുളസി തേൻ, കൊളസ്ട്രോളിനുള്ള വെളുത്തുള്ളി തേൻ, മുരിങ്ങിക്ക തേൻ, കറുകപ്പട്ട തേൻ, സൂര്യകാന്തി തേൻ തുടങ്ങിയ നിരവധി വിഭവങ്ങളാണ് എത്തിച്ചിരിക്കുന്നത്. ഇവയൊക്കെ മരുന്ന് മാത്രമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇവയൊക്കെ മരുന്നായും അല്ലാതെയും ഉപയോഗിക്കാവുന്നവയാണ്. 25ാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം ജനുവരി 1, 3, 4, 5 തീയതികളിൽ തൊടുപുഴയിൽ വെച്ച് നടത്തുകയാണ്. 25ാമത് കലോത്സവമാണ് തൊടുപുഴയിൽ വെച്ച് നടത്തുന്നത്. 1-ാം തീയതി 2 മണിക്ക് തൊടുപുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വർണ്ണശബളമായ ഘോഷയാത്രയോടുകൂടി തൊടുപുഴ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ എത്തിച്ചേരും. 4 മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ തൊടുപുഴയുടെ MLAയും. ജനുവരി 1 മുതൽ 5 വരെയാണ് കലോത്സവം നടക്കുന്നത്. വിവിധ വേദികളിലായി നടക്കുന്ന മത്സരങ്ങളിൽ 3000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ജനുവരി 1 വൈകിട്ട് 4 നടക്കുന്ന സമ്മേളനത്തിൽ മന്ത്രി PJ ജോസഫ് കലോത്സവം ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അനില ജോർജ്, DEO മരിയോ മാത്യു, ജോയിന്റ് ജനറൽ കൺവീനർ ജെയിംസ് ടി മാളിയേക്കൽ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ VM ഫിലിപ്പച്ചൻ, പബ്ലിസിറ്റി ചെയർമാൻ ബാബു ജോർജ്, കൺവീനർ KS വിനോദ് എന്നിവർ പങ്കെടുത്തു. തൊടുപുഴ കാഞ്ഞിരമറ്റം മഹാദേവ ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരം നടന്നു. ततो नित्यापि भगवान् सुभवं प्रागवस्थितान् वल्सान् प्लिनमानिन्येधा पूर्वसखं स्वकम् एकस्मिन्नपि याते प्राणयसञ्चान्तरात्मना कृष्णमायाहता राजन् क्षणार्धं मे निरेर्भगा किं किं न विस्मरन्तीह माया मोहितचेतसा यन्मोहितं जगत् सर्वम् अभीक्षणं विस्मृतात्मक. ഇടുക്കി പാക്കേജ് നടപ്പിലാക്കുക, കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കിസാൻ സഭ നേതൃത്വത്തിൽ ജനുവരി 3, 4 തീയതികളിൽ നെടുങ്കണ്ടത്ത് കൂട്ട ഉപവാസം നടത്തുമെന്ന് കിസാൻ സഭ ജില്ലാ സെക്രട്ടറി മാത്യു വർഗീസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി പാക്കേജ് പൂർണ്ണമായി നടപ്പാക്കണമെന്നും ജില്ലയിലെ മറ്റ് കർഷക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് കിസാൻ സഭ 2013 ജനുവരി മാസം 3, 4 തീയതികളിൽ നെടുങ്കണ്ടത്ത് വൻപിച്ച കൂട്ട ഉപവാസം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കി പാക്കേജ് ഡോക്ടർ MS സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത പദ്ധതി വെട്ടിക്കുറച്ചാണ് കേന്ദ്ര ഗവൺമെൻറ്
അംഗീകരിച്ച് വന്നിട്ടുള്ളത്. സ്വാമിനാഥൻ 600 കോടി രൂപ കടാശ്വാസത്തിനും 150 കോടി രൂപ പലിശ ആശ്വാസങ്ങൾക്കും അങ്ങനെ 750 കോടി രൂപ. കർഷക കൂട്ട ഉപവാസം ജനുവരി 3 രാവിലെ 10 കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്യൻ മൊഗേരി ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ CK കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ G സുകുമാരൻ നായർ, KR ഷാജി, അഡ്വക്കേറ്റ് ABD കോലോത്ത എന്നിവർ പങ്കെടുത്തു. മാലിന്യം കുമിഞ്ഞുകൂടി ദുർഗന്ധം പരത്തുന്ന ഓട ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നു. മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിന് സമീപം MBS ടവറിന് എതിർവശത്തുള്ള ഓടയിലാണ് മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നത്. നഗരസഭാ അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. പകർച്ചവ്യാധി ഉൾപ്പെടെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ഓട ശുചീകരിക്കാൻ ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്നും വ്യാപാരികൾ പറഞ്ഞു. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സ്ഥാപക ദിന സമ്മേളനം നടത്തി. തൊടുപുഴ ഗസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി TM സലീം ഉദ്ഘാടനം ചെയ്തു. അത്രമാത്രം വലിയ നമ്മൾ സർവീസ് ചെയ്യുന്ന മേഖലയിലെ ജനങ്ങളുടെ പിന്തുണ കിട്ടാത്ത ഒരു വിഭാഗമാണ്. ജനുവരി 8-ാം തീയതി അധ്യാപകരുടെയും ജീവനക്കാരുടെയും പണിമുടക്ക് വരികയാണ്. അതിനവരെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രക്ഷോഭ സമരം നടത്തി. കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാന ഭരണകൂടത്തെ സ്തംഭിപ്പിച്ച് നിർത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അധ്യാപകരുടെയും ജീവനക്കാരുടെയും പ്രക്ഷോഭ സമരങ്ങൾ ഉണ്ടായിരുന്നു. ഗവൺമെന്റിനെ മുട്ടുമുടക്കുന്ന അച്യുതമേനോനെ പോലെ, MM ഗോവിന്ദൻ നായരെ പോലെ പ്രഗത്ഭരായ ഭരണാധികാരികൾ സംസ്ഥാനത്തിന്റെ അധികാരത്തിലിരിക്കുമ്പോൾ പോലും അധ്യാപകരുടെയും ജീവനക്കാരുടെയും സംയുക്ത പണിമുടക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഹൃദയം ഇടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നതിൽ നിന്ന് മാറി പണിമുടക്കുന്നവരുടെ ഹൃദയം ഇടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയത്. പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ സർവീസ് ചെയ്യുന്ന മേഖലയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെയൊക്കെ കാതലായിട്ടാണ് ACU ജില്ലാ പ്രസിഡന്റ് PA അബ്ദുറഹ്മാൻ പുഴക്കര അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KM ഷുക്കൂർ, CB മുഹമ്മദ്, TS അബ്ദുൽ അസീസ്, സലീം കൈപ്പാടം, PM അബ്ബാസ്, CE മൈദീൻ, PS സുബിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. VJ സലീം സ്വാഗതവും PM മീരാക്കുട്ടി നന്ദിയും പറഞ്ഞു. സംസ്ഥാന കാർഷിക മേളയോടനുബന്ധിച്ച് ജലസുരക്ഷ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. മുൻ മന്ത്രി NK പ്രേമചന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഗാന്ധിജി സ്റ്റഡി സെന്റർ നടത്തിയ കാർഷിക മേളയോടനുബന്ധിച്ച സംരംഭം നടക്കുമ്പോൾ മുല്ലപ്പെരിയാർ പ്രശ്നത്തെ സംബന്ധിച്ചായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. നമ്മുടെ ശാസ്ത്രകാരന്മാരടക്കമുള്ള വിദഗ്ധരൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള നിരവധി വട്ടം ചർച്ചകൾ കഴിഞ്ഞ വർഷം നടന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കാർഷിക മേളയോടനുബന്ധമായി ഈ പ്രാവശ്യം ജലസുരക്ഷ എന്ന വിഷയത്തെ ആധികരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് ജലവിഭവ വകുപ്പിന്റെ തന്നെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ PJ ജോസഫ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏത് സെമിനാറിലെ ഏത് വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോഴും ആമുഖമായി ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി VG കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ അശോക് കുമാർ സിംഗ്, ഡോക്ടർ കമലം ജോസഫ്, ബാബു N ജോസഫ്, V സുഭാഷ് ചന്ദ്രബോസ്, പ്രൊഫസർ KG കുര്യൻ, മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മരിയ ബേബി, അഡ്വക്കേറ്റ് KV മാണി, ഷിബു തെക്കുംപുറം തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാഹനാപകടത്തിൽ മരണമടഞ്ഞ മരിയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NC ജോർജിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. സംസ്ഥാന കാർഷിക മേളയിൽ തിരക്കേറുന്നു. മേളയോടനുബന്ധിച്ചുള്ള പുഷ്പ പ്രദർശനം ആകർഷകമായി. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ജനുവരി 1 മുതൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇടുക്കി പാക്കേജ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കിസാൻ സഭ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് കൂട്ട ഉപവാസം നടത്തും. സ്റ്റേറ്റ്
സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ സ്ഥാപക ദിന സമ്മേളനം നടത്തി. തൊടുപുഴയിൽ നടന്ന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി TM സലീം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കാർഷികമേളയോടനുബന്ധിച്ച് ജലസുരക്ഷാ സെമിനാർ നടത്തി. മുൻ മന്ത്രി NK പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ധനുമാസക്കുളിരിൽ കുതിർന്ന മലയാളികൾ തിരുവാതിര ആഘോഷിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.